എല്ലാവർക്കും സംസാരം ടിവിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ മാർക്കറ്റിൽ പോയപ്പോൾ എനിക്ക് കുറച്ച് നല്ല വലിയ അയല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് വെക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അയലക്കറി നമുക്ക് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിക്കാം. കുറച്ച് മതി കേട്ടോ എണ്ണ. ഒരു 2 മണി ഉലുവ കേട്ടോ, 2 മണി ഉലുവ, 2 കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി. ഇനി നമുക്ക് ഒരു ചെറിയ ഉള്ളി കേട്ടോ, ചെറിയ ഉള്ളിയല്ല, വലിയ സവാള സൈസായിട്ട് അരിഞ്ഞത്. നമ്മളിന്ന് വെക്കാൻ പോകുന്നത് തേങ്ങ അരച്ച മീൻ കറി കേട്ടോ. അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ ഇടാൻ പോവുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ 1 സ്പൂണ്, വലിയ സ്പൂണാണ്, അതിന് 1 സ്പൂണ് മുളക് പൊടി, 1 മുക്കാൽ സ്പൂണ് കാശ്മീരി പൊടി. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടണം. നമുക്ക് കളറ് മാറാൻ പാടില്ല, നമുക്ക് തേങ്ങ അരച്ച കറിയല്ലേ. അപ്പോൾ കളറ് മാറാതെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫാക്കാൻ പോവുകയാണേ. ഒരു 1.5 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് ഒന്ന് ചെറുതാക്കി ചൂടാറിയതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കണം. നന്നായിട്ട് അരയണം, നല്ല വെണ്ണ പോലെ അരഞ്ഞു കിട്ടണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, തേങ്ങയും കൂടെ കൂട്ടി അരച്ചെടുത്തതാണ്. നന്നായിട്ട് അരയണം. നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഇനി ഞാനിത് ചട്ടിയിലേക്ക് ചേർക്കാൻ പോവുകയാണേ. കുറച്ച് വെള്ളം ചേർക്കാനുണ്ട്. നമുക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിക്കാം. ഇനി ഞാൻ ഇത് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചതാണ്, അത് ഞാൻ ഇതിനകത്തേക്ക് ഇടട്ടെ. അത് 4 കഷ്ണം പുളിയാണ്. ഇനി പാകത്തിനുള്ള ഉപ്പ്. ഇതൊന്ന് തിളച്ച് വരണം. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മീൻ കഷ്ണങ്ങളിടാം. അപ്പോൾ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാനൊരു കുറച്ച് കരിവേപ്പില ഇടുകയാണ്. ഒരു 2 പച്ചമുളക്, 1 തക്കാളി മുറിച്ചതാണ്, ഇച്ചിരി വലിയ പീസായിട്ടാണ്. അപ്പം ഇതിലേക്ക് ഇപ്പം മീൻ കഷ്ണം ഇടുകയാണേ. വേറെ തിളച്ച്. അപ്പം ഇനി മീൻ കഷ്ണം ഇടാം. അപ്പം അയല കഷ്ണമൊക്കെ ഇട്ട് ഇനി ഞാനിതൊന്ന് മൂടി വെക്കട്ടെ. ഒരു 5 മിനിറ്റ് നേരം നമുക്ക് തുറന്ന് നോക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ. ഉപ്പും പുളിയൊക്കെ കറക്റ്റാണ്.
അപ്പോൾ നമ്മുടെ അയലക്കറി റെഡിയാണ്. അപ്പോൾ ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് കണ്ടോ, തക്കാളി ഉണ്ടോ ഇങ്ങനെ തന്നെ കിടക്കുകയാണ്. ഇത് വെന്തിട്ടുണ്ട്, പക്ഷെ ഉടഞ്ഞു പോയിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ കറിയിൽ ഇങ്ങനെ ഈ കഷ്ണം ഇങ്ങനെ കിടക്കുന്നതാണ് നല്ലത്. തക്കാളി അപ്പോൾ ഉടഞ്ഞു പോകാതെ ഒന്ന് ശ്രദ്ധിക്കണം. അത്രയേ ഉള്ളൂ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ഇതിൻ്റെ അരപ്പെന്ന് പറഞ്ഞാൽ നന്നായിട്ട് തേങ്ങയും മുളകും അരഞ്ഞു കിട്ടണം. അതാണ് ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യം. അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ അയലക്കറി ഏറ്റവും ഇഷ്ടമുള്ള ഒരാളുണ്ട് ഇവിടെ, എൻ്റെ ഫ്രണ്ടാണ് റെജി. അപ്പോൾ റെജീനെ ഞാൻ വിളിക്കാം. അയലക്കറി റെഡിയാണല്ലേ? അയലക്കറി റെഡിയായി. തേങ്ങ അരച്ച് വെച്ച കറിയാണ്. അപ്പോൾ റെജിക്ക് ഭയങ്കര ഇഷ്ടമല്ലേ? ഇഷ്ടമുള്ള കറിയാണ്, ഹോട്ടലിലൊക്കെ കിട്ടാറുള്ള. അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. സൂപ്പർ ആയിട്ടുണ്ട്. തേങ്ങ അരച്ച് പുളിയും എരിവും എല്ലാം ഉണ്ട്. നല്ല സൂപ്പർ കറി. അപ്പോൾ റെജി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് റെജിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ സ്നേഹം എനിക്ക് ലൈക്കും കമൻറ്റുമായിട്ട് തരണം. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരും.